അനുഗ്രഹീതരാണ് എന്ന് പറയാനുള്ള കാരണം സാക്ഷാൽ ഭഗവതിയുടെ കൈകൾ കൊണ്ട് നിഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാനമാണ്. ഇവിടെ പുരാണങ്ങളിൽ കാണപ്പെടുന്ന ഭക്തിമാർഗത്തിൻ്റെ മാർഗം, നമ്മളൊക്കെ ഭക്തിമാർഗം എന്ന് പറയുന്നത് ഈശ്വരനോടുള്ള ആരാധന അല്ലേ, സ്നേഹം, ബഹുമാനം, ഇതൊക്കെയാണ് ഭക്തിമാർഗങ്ങൾ. ഈശ്വരനെ തേടാൻ വിവിധ മാർഗങ്ങളുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് പുരാണങ്ങൾ. ഇവിടെ വിദ്വേഷഭക്തി, മനസ്സിലായില്ലേ? നമുക്ക് സ്നേഹഭക്തിയാണ്. ചിലർക്ക് ആശ്രയഭക്തി ആയിരിക്കും, ദുഃഖം വരുമ്പോൾ ആശ്രയഭക്തി വരും. ചിലർക്ക് ജ്ഞാനഭക്തി വരും, അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ആരാധിക്കും. ചിലർ കർമ്മഭക്തരാണ്, അവർ ക്ഷേത്രത്തിലൊന്നും പോലെ, പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല കർമ്മങ്ങളായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഭക്തി ഉണ്ട്. അപ്പോൾ ഭക്തി, ഭഗവാനോട് ഭക്തി ഉണ്ട് എന്ന് വെച്ച് എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്ന് അർത്ഥം ഇല്ല. പക്ഷെ അത് കാരണം എന്താ, വിവിധ തരം ഭക്തികളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഗോപികമാർക്ക് പണ്ട് കൃഷ്ണനോടുള്ള ഭക്തി ഉണ്ടായിരുന്നു, അങ്ങനെ പ്രേമഭക്തിയായിരുന്നു, മനസ്സിലായില്ലേ? അതുപോലെ യശോദയ്ക്ക് വാത്സല്യ ഭക്തിയാണ്. ഇവിടെയും നമുക്ക് ദേവീ ഭാഗവത്തിലും കാണാം വിവിധ തരത്തിലുള്ള ഭക്തിയുണ്ട്. വാത്സല്യ ഭക്തിയുണ്ട്, സ്നേഹഭക്തിയുണ്ട്, ജ്ഞാനഭക്തിയുണ്ട്, കർമ്മഭക്തിയുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയുണ്ട് വിദ്വേഷ ഭക്തി. വിദ്വേഷം കൊണ്ട് ഭക്തി ഉണ്ടാവുക അതൊരു പ്രത്യേകതരം ഭക്തിയാണ്. എന്താ കാരണം? ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ചിട്ടല്ലേ അവരുടെ പ്രവൃത്തി രൂപപ്പെടുന്നത്, ആണോ അല്ലയോ? നമ്മുടെ എല്ലാവരുടെ പ്രവൃത്തിയും രൂപപ്പെടുന്നത് അവരുടെ മനോഭാവത്തെ അനുസരിച്ചിട്ടാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ നന്നായി പാടാൻ കഴിവുള്ള ഒരാൾ, അയാൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ അയാൾ ഉപാധിയായിട്ട് എന്തിനെ സ്വീകരിക്കും? സംഗീതത്തെ സ്വീകരിക്കും. നന്നായി പാടാൻ പറ്റാത്ത ഒരാളിനത് പറ്റുമോ? പറ്റില്ല. നല്ലതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരാൾ ഭഗവാനെ ഉപാസിക്കുന്ന മൂർത്തിമത് ഭാവത്തിൽ അയാൾക്ക് നൃത്തത്തിലൂടെ ഭഗവാനെ, അല്ലേ, ആ ഭഗവാനെ ഇത് ചെയ്യാൻ സാധിക്കും. നന്നായി വരയ്ക്കാൻ പറ്റുന്ന ഒരാൾ, അയാൾ എന്ത് ചെയ്യും? ആ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നതിൽ മുഴുകിയാൽ അത് ഭക്തിയായിട്ട് മാറും. അതുപോലെ കഥ പറയാൻ പറ്റുന്ന ഒരാൾ കഥ പറഞ്ഞാൽ അത്, അങ്ങനെ വിവിധ തരത്തിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെയും ഭക്തിതലം രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിദ്വേഷഭക്തി എന്താ? ശത്രുവായി കണ്ടുകൊണ്ട്, മനസ്സിലായില്ലേ? ഭഗവാനെ ശത്രുവായി കണ്ടുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുക. അങ്ങനെ എത്തിയിട്ടുള്ളവരാണ് കംസൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, മഹിഷാസുരൻ, മനസ്സിലായില്ലേ? ഇവരൊക്കെ ശത്രുവായി കണ്ട്. എന്താ ഈ ശത്രുവായി കാണുക? ഇവിടെ നമുക്ക് ഈശ്വര ചിന്തയുടെ ഏറ്റവും പ്രധാനം എന്താ? എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? ഭക്തിമാർഗത്തിൽ ഏറ്റവും പ്രധാനം എന്താ? ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഭഗവാന്റെ ഓർമ്മ, അല്ലേ? ആ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തത് ഭഗവാന്റെ നാമം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പം സ്മരണയും നാമവും ഇത് രണ്ടുമാണ് ഭക്തിയെ ബലപ്പെടുത്തുന്നത്, മനസ്സിലായില്ലേ? ഒരു ഭക്തിയുടെ സഞ്ചാരഗതിക്ക് രണ്ട് തരത്തിലുള്ള ചക്രങ്ങളുണ്ടെങ്കിൽ ആ രണ്ട് ചക്രങ്ങളിൽ ഒന്ന് സ്മരണ, ഒന്ന് നാമം. ഇവിടെ വിദ്വേഷമുണ്ടായാൽ, അതായത് ശത്രുതയുണ്ടായാൽ മിത്രത്തെക്കാളും കൂടുതൽ ഓർക്കുന്നത് നമ്മൾ ആരെയായിരിക്കും? നമ്മൾ ഒരാളോട് പറയുകയാണ്, നീ എൻ്റെ ശത്രുവാണ്, ഇനി നിന്നെക്കുറിച്ച് ഞാൻ ഓർക്കത്തതേയില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ഓർക്കുന്ന ആരെക്കുറിച്ചായിരിക്കും? ഈ ശത്രുവിനെ കുറിച്ചായിരിക്കത്തില്ലേ? അല്ലേ? നമ്മുടെ ഓർമ്മയിൽ ആ ശത്രു തന്നെ ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് അസുരന്മാര് ഭഗവാനോട് വിദ്വേഷം വെച്ച് പുലർത്തും. കാര്യം വിദ്വേഷം ജനിക്കുന്നതോടുകൂടി അവരുടെ മനസ്സിൽ മുഴുവൻ, അവരുടെ ശ്രദ്ധ മുഴുവൻ ആരെയാണ്? ശത്രുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശ്രദ്ധയിലൂടെ, സ്മരണയിലൂടെ, ആ നാമം ഉച്ചരിക്കുന്നതിലൂടെ അവരറിയാതെ അവരുടെ ഉള്ളിൽ ഭഗവത് ചൈതന്യം കൊണ്ട് നിറയും, മനസ്സിലായില്ലേ? അത് പൂർണ്ണമാക്കപ്പെടും. അങ്ങനെ പലതരത്തിലും ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവർ ഭഗവാനെ അസഭ്യം പറയും, ഭഗവാനെതിരെ തിരിയും, പ്രവർത്തിക്കും. ഇതൊക്കെ ഈ വിദ്വേഷ ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. എന്നാൽ ഇതത്ര പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ? അല്ല. എന്താ കാരണം? ഇവർ ഭഗവാനിൽ എത്തപ്പെടുന്നെങ്കിലും ഇവരുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്ക് മാതൃക അല്ല. നമ്മൾ ആരെങ്കിലും രാവണനെ ജീവിതത്തിനെ മാതൃകയാക്കുമോ? കംസനെ മാതൃകയാക്കുമോ? നമ്മളൊന്ന് എടുത്തു നോക്കേ. ആരെങ്കിലും ഹിരണ്യകശിപുവിനെ മാതൃകയാക്കുമോ? നമ്മുടെ നാട്ടിൽ ഈശ്വര നിഷേധം പറയുന്ന നിരവധി ആൾക്കാരുണ്ട്, അല്ലേ? യുക്തിവാദികൾ. ഈശ്വരനില്ല, ഈശ്വരൻ മിത്താണ്,
അല്ലേ? ഈശ്വരനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇവർ പോലും സ്വന്തം മക്കൾക്ക് പേരിടുമ്പോൾ രാവണൻ എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറയും, പേരിടുമ്പോൾ സീതാറാം എന്നൊക്കെ ഇടുന്നത്. മനസ്സിലായില്ലേ? ദേവി ഇല്ല എന്നൊക്കെ പറയും പുറമേ, പക്ഷെ പേരിടുമ്പോൾ മക്കൾക്ക് പേരിടുമ്പോഴും അല്ലേ അച്യുതാനന്ദൻ, വീണ, വിജയൻ, തങ്കപ്പൻ, ചെല്ലപ്പൻ, ഗോപാലകൃഷ്ണൻ. മനസ്സിലായോ? പേരിടുന്ന സമയത്ത് ഇതൊന്നും ബാധകമല്ല. കാരണം എന്താ? ആരെങ്കിലും മക്കൾക്ക് കംസൻ എന്ന് പേരിട്ട് കണ്ടുണ്ടോ? ലോകത്ത് കംസൻ എന്ന പേര് ഒരിക്കൽ മാത്രമേ വീണിട്ടുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഇന്ന് വരെ ആരും കംസൻ എന്ന പേര് ഇട്ടിട്ടില്ലുണ്ടോ? ഹിരണ്യകശിപു എന്ന പേരുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരാളുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഇവരുടെ ജീവിതം, ഇവർ ഭഗവാനെ നേടിയെങ്കിലും ഇവരുടെ കർമ്മമണ്ഡലം മാതൃകയല്ല. അപ്പം വിദ്വേഷഭക്തി അവരിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് അവർക്ക് ഈശ്വരനെ നേടാൻ സാധിച്ചു. പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള ഭക്തൻ മാതൃകയായി ജീവിതത്തിൻ്റെ ഭാഗമാകുന്നില്ല. ബാഹ്യമായി ഇവർ ഒരു വിരൂപ അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരാണ് ഇവിടെ ശുംഭ നിശുംഭന്മാർ. ഇവിടെ ഈ ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് എത്തപ്പെട്ടത് കൊണ്ടാണ് ഇവർ ഒരർത്ഥത്തിൽ പറഞ്ഞ അനുഗ്രഹീതരാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത് ചിന്തിച്ചാൽ ഇവർ പ്രഹ്ലാദന്റെ പുത്രന്മാരാണ്. പ്രഹ്ലാദൻ ആരായിരുന്നു? നരസിംഹാവതാരത്തിന് കാരണഭൂതനായ ഹിരണ്യകശിപുവിന്റെ പുത്രനായിരുന്നു ആര്? പ്രഹ്ലാദൻ, അല്ലേ? പിതാവായ ഹിരണ്യകശിപു പരിപൂർണമായിട്ടും ഈശ്വര നിന്ദയെ പ്രചരിപ്പിച്ചു എങ്കിലും സ്വന്തം മകനായിട്ടുള്ള പ്രഹ്ലാദൻ സദാസമയത്തും ഭഗവാന്റെ നാരായണ നാമം ഉരുവിട്ടു. മരണഭയം പോലുമില്ലാതെ ഭഗവത് പാദത്തെ പ്രാപിച്ചവനാണ് ആര്? പ്രഹ്ലാദൻ. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഈ പ്രഹ്ലാദ തത്വം വളരെ മാതൃകയാക്കി മാറ്റേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വലിയൊരു കുപ്രചരണമുണ്ട്. മനസ്സിലായില്ലേ? ഹിന്ദു ആരാധനകൾക്കെതിരെ, ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന വലിയൊരു കുപ്രചരണമുണ്ട്. എന്താണ്? ഹിന്ദു ആരാധനയ്ക്ക്, ഈശ്വര വിശ്വാസത്തിന് മതവും ജാതി വേണം. മനസ്സിലായില്ലേ? ബ്രാഹ്മണിക്കൽ എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടക്കുന്നുണ്ട്. അല്ലാത്തുള്ളവരൊക്കെ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഈശ്വരാരാധനയ്ക്ക് അവർക്ക് അവകാശമില്ല. മനസ്സിലായോ? ഈ രീതിയിലാണെന്ന് പറഞ്ഞ് ഹിന്ദു ജനതയെ തമ്മിൽ പിളർത്താനുള്ള അതിശക്തമായ പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വേദം പഠിച്ചവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ ഹിന്ദു ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ആരെ ചെവിയിൽ ആരുരുക്കി ഒഴിച്ചു ഇന്ന് വരെ പേരുമില്ല, നാളുമില്ല. മനസ്സിലായോ? പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? ഇങ്ങനെയുള്ള കുറേ പ്രചരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ ഉണ്ട്. ആ പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഹരങ്ങളായി നമ്മുടെ തലമുറകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഉണ്ട്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കേ, ഈശ്വരന്മാരുടെ ആരാധനകളിൽ ഏറ്റവും ശത്രുഭാവത്തിൽ നിൽക്കുന്നല്ലേ അസുരന്മാർ, അല്ലേ? ആ അസുരന്റെ പുത്രനായ പ്രഹ്ലാദന് ഭഗവാന്റെ പരമഭക്തനായി, ഭാഗവത ഉത്തമനായി, ഭാഗവതം എടുത്ത് തുറന്നാൽ അതിൽ കാണാവുന്നതിൽ ഏറ്റവും ആദ്യത്തെ പരമഭക്തൻ പ്രഹ്ലാദൻ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ വേറെ ആർക്ക് സ്ഥാനം? നവതാഭക്തിയുടെ തത്വത്തെ അനാവരണം ചെയ്ത പരമഭക്തനായി ഭഗവാൻ എത്ര സാഹസപ്പെട്ട് മനുഷ്യനും മൃഗവുമല്ലാത്ത രൂപം ധരിച്ച് കരിങ്കൽ തൂണിനുള്ളിലിരുന്ന് പ്രഹ്ലാദന്റെ വാക്കുകൾ സത്യമാക്കി തീർത്ത ആ ഭഗവാന്റെ അനുഗ്രഹം നേടിയ പ്രഹ്ലാദൻ ഏതെങ്കിലും ഉന്നത ജാതിയിൽ ജനിച്ച ആളാണോ? മനസ്സിലായില്ലേ? ഭഗവാനെ നേടാൻ ഒരു ജാതിയും ആവശ്യമില്ല. ഇത് പ്രചരിപ്പിക്കുന്ന ഭാഗവതം 5000 വർഷം കൊണ്ടു നടക്കുന്ന ഹിന്ദുവിനെ ഈ ഗ്രന്ഥം 5000 വർഷം കൊണ്ടുള്ള ഈ ഗ്രന്ഥം നിത്യേനയും പലതരത്തിലും ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യുന്ന അത്തരത്തിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി വച്ചിരിക്കുന്ന ഹിന്ദുവിൻ്റെ അടുത്താണ് ഹിന്ദുവിൻ്റെ ആരാധനകൾ, ഈശ്വരാരാധനകളിൽ ജാതീയത ഭാവങ്ങൾ വേണം, ഉന്നതനും പിന്നോക്കം നിൽക്കുന്നവനുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് എതിർക്കാൻ സാധിക്കാത്തത് വെച്ചാൽ നമുക്ക് ഈ അറിവ് സ്വന്തമല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയാൻ സാധിക്കും. ഇനി ഇത് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് നോക്കേ, രാമായണത്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മളിവിടെ രാമായണ തത്വം 2ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ രാമായണത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ തൻ്റെ രാജ്യത്തെയൊക്കെ വെടിഞ്ഞ് നേരെ വനത്തിലേക്ക് പോകുന്ന വേളയിൽ അദ്ദേഹം നദി കടന്ന് മറുകരയിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്ന ഗുഹൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു.
ആ ഗുഹൻ നിഷാദ രാജാവാണ്, കാട്ടാളനാണ്. മനസ്സിലായില്ലേ? കാട്ടാള സമ്പ്രദായത്തിൽ ജീവിക്കുന്ന, ഇന്നത്തെ പേര് പറഞ്ഞ അധസ്ഥിത ഭാവത്തിൽ ജീവിക്കുന്ന ആളാണ് ഗുഹൻ. ആ ഗുഹൻ ശ്രീരാമനോട് പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങേക്ക് അയോധ്യ നഷ്ടപ്പെട്ടു, പക്ഷേ പകരം എൻ്റെ രാജ്യം ഇതാ അങ്ങേക്ക് ഞാൻ നൽകാം. അങ്ങ് ഇവിടുത്തെ രാജാവായി രാജ്യം പകരിച്ചാൽ അതെൻ്റെ നാടിന് ഐശ്വര്യമാണെന്ന് പറഞ്ഞ് സ്വയമേവ, ഭഗവാൻ ആവശ്യപ്പെട്ടതല്ല എനിക്കൊരു രാജ്യം വേണം, എൻ്റെ രാജ്യം പോയി പകരം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടല്ല, അങ്ങോട്ട് ഭഗവാന്റെ മുന്നിലേക്ക് നൽകുകയാണ് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ശ്രീരാമൻ എന്ത് പറഞ്ഞു? ഇവിടെ ഞാൻ വനവാസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അവിടെ ഒരിക്കലും ഞാൻ ഒരു രാജകീയ സുഖങ്ങളും അനുഭവിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വനത്തിൽ എന്താണോ ലഭിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നും മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തിരസ്കരിച്ചു. അത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം ചെയ്തതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ ഗുഹനെ വാരി പുണർന്നു. സ്നേഹം കൊണ്ട് തന്നോട് ഇത്രയും സ്നേഹം പ്രകടിപ്പിച്ച ഗുഹനെ വാരി പുണർന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, നമുക്കൊരു സഹോദരൻ കൂടിയായി. മനസ്സിലായില്ലേ? ആ ഗുഹനെ, പിന്നോക്ക സമുദായം എന്ന് പറയപ്പെടാവുന്ന ഗുഹനെ തൻ്റെ സഹോദരനായി ചേർത്ത് പിടിച്ച രാമനെയാണ് ഇന്ന് സവർണന്റെ രാമൻ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ടി വിയിലും ചാനൽ ചർച്ചകളിലും ഒക്കെ നിരന്തരം നടക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് അതേ രാമൻ സീതാന്വേഷണത്തിന് പോകുന്ന വേളയിൽ ശബരി എന്ന വൃദ്ധമാതാവിനെ കാണുന്നുണ്ട്. ആ ശബരി എന്ന വൃദ്ധമാതാവ് താൻ കടിച്ച പഴങ്ങളാണ് ഭഗവാന് കൊടുക്കുന്നത്. എന്താ? ഈ പഴങ്ങളിൽ മധുരമുള്ളതും മധുരമില്ലാത്തതും തിരിച്ചറിയണം. മധുരമുള്ളതായിരിക്കട്ടെ ഭഗവാന്, മധുരമില്ലാത്തത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഓരോ പഴങ്ങളും കടിച്ച് ഉച്ഛിഷ്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ആ കാട്ടാള സ്ത്രീയായിട്ടുള്ള ശബരി കൊടുക്കുന്നത്. ആ ശബരി ഇത് കൊടുക്കുമ്പോൾ ലക്ഷ്മണന് തന്നെ കോപം വരുന്നുണ്ട്. കാരണം രാമന് ഉച്ഛിഷ്ടമായ പഴങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ലക്ഷ്മണന് കോപം വരുമ്പോൾ രാമൻ അതിനെ തടുത്തുകൊണ്ട് അതിനെ അമൃതതുല്യമായി ഭക്ഷിക്കുകയാണ് രാമൻ. അപ്പോഴാണ് രാമൻ പറയുന്നത്, ആ ശബരിയുടെ മനോഗതമായിട്ട് അറിയിക്കുന്നത്, ഇവിടെ ശബരി ചെയ്തതൊരു വലിയ സമർപ്പണമാണ്. മനസ്സിലായില്ലേ? താൻ കൊടുക്കുന്ന പഴങ്ങളിൽ കയർപ്പുള്ളത് ഉണ്ടാകരുത്. ആ ശബരിക്ക് മോക്ഷം കൊടുത്തു. ഒരു അമ്മയ്ക്ക് തുല്യമായ പരിചരണത്തോടെ ശബരിയുടെ ഉദയക്രിയകൾ വരാൻ ചെയ്തു, രാമൻ അനുഷ്ഠിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് നോക്കേ, ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്ന ജാതീയമായ വേർതിരിവ് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളിലുണ്ടോ? ഉണ്ടോ? പക്ഷേ ഈ പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടും ആ ബോധത്തിലേക്ക് ഉയരാതെ ഇപ്പോഴും വാല് പൊക്കി പിടിച്ച് നടക്കുന്നവരായിരുന്നു. വാലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പേരിൻ്റെ അവസാനം ഒരു വാലുണ്ട്. ഈ വാലുകൾ തമ്മിൽ വെച്ച് കുത്തും. ഒരിടത്ത വാല് കുറുപ്പ്, ഒരിടത്ത വാല് നായർ, ഒരിടത്ത വാല് മേനോൻ, അപ്പുറത്തത് SNDP, ഇപ്പുറത്തെ വിശ്വകർമ്മ, അപ്പുറത്തെ മറ്റേ ഇഴവൻ, ഇപ്പുറത്തത് പുലയൻ, കുറവൻ. ഈ വാല് വെച്ച് പരസ്പരം കുത്തി കുത്തി അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് നിൽക്കേണ്ടവര് തമ്മിൽ കലഹിച്ച്, മനസ്സിലായില്ലേ, മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള അവസരം സംജാതമാക്കുന്നത് ഇനിയും അവസാനിപ്പിക്കേണ്ടതാണെന്ന ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ പുരാണങ്ങളെ സശ്രദ്ധം പഠിച്ച് നമ്മുടെ ജീവിതാഭിവൃദ്ധിക്ക് കാരണമാക്കി നമ്മുടെ ജീവിതത്തിനെ ശ്രേഷ്ഠമാക്കി മാറ്റാൻ, മനസ്സിലായില്ലേ? ഇവിടെ ശക്തി, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും ശക്തി ആർക്കാ? ദേവിക്കാണ്. ആ ശക്തി ഉപാസനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദേവി ഉപാസന എന്ന് പറയപ്പെടുന്നത്. ശക്തിയെ ആരാധിക്കുന്നതിൻ്റെ ഉപാസന ചെയ്ത് ആത്മശക്തിയെയും ശരീരശക്തിയെയും ജീവശക്തിയെയും വർദ്ധിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നവാഹയജ്ഞത്തിലൂടെ നമ്മൾ ഈ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നത്. ശക്തിയുടെ അടിസ്ഥാനം എന്താണ് എന്നൊരിക്കലൊരു ഗുരുനാഥനെടുത്ത് ശിഷ്യൻ ചോദിച്ചു. ആ സമയത്ത് ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, അവിടെ കുറേ കമ്പ്, ഉണങ്ങിക്കിടക്കുന്ന കമ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ചുള്ളിക്കമ്പുകളൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓരോ കമ്പ് വീതം ഒടിക്കാൻ പറഞ്ഞു. ശിഷ്യൻ ഈ കമ്പുകളെ നിസ്സാരമായിട്ട് ഒടിച്ചൊടിച്ച് കളഞ്ഞു. എന്തിനാ ഗുരുനാഥൻ ഇത് ഇങ്ങനെ പറഞ്ഞ്? വെറുതെ ഒരു കമ്പ് ഒടിക്കാൻ ഇത്ര വലിയ? അപ്പോൾ ഗുരുനാഥൻ അവസാനം പറഞ്ഞു, ഇനി ആ കിടക്കുന്ന കമ്പുകളെല്ലാം കൂടി ബാക്കിയുള്ള കമ്പ് ചേർത്ത് വെച്ചിട്ട് ഒരു ചരട് വെച്ച് കെട്ടാൻ പറഞ്ഞു. ഇത് ചേർത്ത് വെച്ച് ചരട് വെച്ച് കെട്ടിയിട്ട് ഇതൊന്ന് ഒടിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ആ സമയത്ത് ശിഷ്യൻ എത്ര ബലം പ്രയോഗിച്ചിട്ട് എന്ത് പറ്റിയില്ല? അതൊടിക്കാൻ പറ്റിയില്ല. അവസാനം ഗുരുനാഥൻ പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് ശക്തി, ഒന്നിച്ച് നിൽക്കാൻ. മനസ്സിലായില്ലേ? ഒരുമിച്ച് നിൽക്കാനുള്ള ബലമാണ്
ശക്തി. ഇവിടെ നമ്മളും ശക്തി ഉപാസകന്മാരെന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോയി മസിൽ പിടിപ്പിക്കാനുള്ള ശക്തിയല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഐക്യമത്യം മഹാബലം. ഈ പഴഞ്ചൊല്ലുകളും തത്വങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് പകരുവാനും ജീവിതത്തിൻ്റെ പാഠമായി ഉൾക്കൊള്ളുവാനുമാണ്. ഈ ശക്തിയെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർന്നെടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് തന്നെ മഹാഭാരതത്തിൽ പോയാലും കാണും. വയം പഞ്ചാധികം ശതം. മഹാഭാരതം നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ തത്വമാണ്. അതായത് അവിടെ ഈ കൗരവന്മാരെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടി. അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവന്മാരെ അപമാനിക്കാൻ വേണ്ടി വരുന്നവരാണ് കൗരവന്മാർ. പാണ്ഡവന്മാർ വനത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ചിരിക്കാൻ വേണ്ടി വന്നു. പക്ഷേ വഴിയിൽ വെച്ചൊരു ഗന്ധർവന്മാരുമായിട്ട് ഒരു ചെറിയ സംഘർഷം ഉണ്ടായി. ഗന്ധർവന്മാർ പിടിച്ച് ബന്ധിച്ചു. അങ്ങനെ ഗന്ധർവന്മാർ പിടിച്ച് ബന്ധിച്ച വേളയിൽ ഈ ഗന്ധർവന്മാർ ബന്ധിച്ച കാര്യം ഇവിടെ ചിലർ വന്ന് ഭീമനോടും പാണ്ഡവന്മാരോടും പറഞ്ഞ സമയത്ത് ഭീമൻ തുള്ളിച്ചാടി സന്തോഷം കൊണ്ട്. കാരണം എന്താ? ദുഷ്ടന്മാരായവർ അവർക്ക് കൗരവന്മാർക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയപ്പോൾ ജ്യേഷ്ഠനായ ധർമ്മപുത്രർ തടഞ്ഞു. അരുത്. എന്താ കാരണം? അവരും നമ്മളും തമ്മിൽ അടിക്കുമ്പോൾ അവർ 100 നമ്മൾ 5 പക്ഷെ പുറമേന്നൊരുത്തൻ അടിക്കാൻ വന്നാൽ, മനസ്സിലായില്ലേ? പുറമേന്നൊരുത്തൻ അടിക്കാൻ വന്നാൽ നമ്മൾ വയം പഞ്ചാധികം ശതം, നമ്മൾ 5 അവർ 100 ചേർന്ന് 105 പേരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഒരുമയുണ്ടാവണം. ഈ ഒരുമ നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും ഇന്ന് കാണാൻ ചിലപ്പോൾ പ്രയാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ രാഷ്ട്രത്തെ പോലും മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അന്നേരവും തമ്മിൽ കിടന്ന് കലഹിക്കാനും അല്ലേ കുറ്റം പറയാനും സമയം എടുക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒന്നിച്ച് നിൽക്കുക എന്നത് വളരെ വലിയ, ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് ഈശ്വരീയമായ ഗുണമാണ്. ഋഗ്വേദത്തിലൊരു മന്ത്രമുണ്ട്. സംഗച്ഛത്വം സമ്പദത്വം സംഭോവനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സജ്ജാനാനമുപാസതേ. ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ചിന്തിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. ഈ ഒരുമ കൊണ്ടാണ് ദേവന്മാർ പോലും പൂജിതരായി മാറുന്നത്. അതിനർത്ഥം ഈ ഒരുമയില്ലാത്ത സ്വഭാവം അസുരന്മാരുടേതാണ്. മനസ്സിലായില്ലേ? അപ്പം ജീവിതത്തിൽ എന്ത് വേണം? ഒരുമിച്ച് നിൽക്കാനുള്ള ഗുണം വേണം. ഇനി അവിടെയും അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വന്നാൽ ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് പറയും, ദേവാൻ ഭാവ യഥാദേന തേ ദേവാഭാവ എന്തവ പരസ്പരം ശ്രേയ പരമവ്യാപ്സ്യത. ശ്രേയപരമ വ്യാപ്സത. പരസ്പരമുള്ള ഐക്യമാണ് ശ്രേയസിനെ തരുന്നത്. അവിടെയാണ് നമ്മൾ പല തട്ടിൽ കിടന്ന് കലഹിക്കാതെ ഒന്നായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒന്നായി ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ ഒരുമയുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഏത് പ്രതിസന്ധിയെയും കടക്കാൻ സാധിക്കും, ഏത് ശക്തിയെ നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ജീവിത വിജയത്തിനുള്ള മഹാമന്ത്രമായ ശക്തി സാധനയിൽ മനസ്സിലായില്ലേ, നമ്മളെ വിഭിന്നമാക്കി നിർത്തുന്ന സർവ്വതിനെയും ദൂരേക്ക് അകറ്റി നിർത്തി പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ചിന്തകൾ കൂടി നമ്മളിൽ വർദ്ധിച്ചു വരേണ്ടതാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. ഇവിടെയാണ് നമ്മുടെ പുരാണങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വശ്രേഷ്ഠമായ ചിന്ത. അവിടെയാണ് പ്രഹ്ലാദനൊക്കെ ഭഗവാന്റെ പരമഭക്തനായതിൻ്റെ ധന്യത നമ്മൾ ചർച്ച ചെയ്തത്.